ബിഗ് ബോസ് മലയാളം സീസൺ 6-ൻ്റെ ലൈവ് അപ്ഡേഷനാണ്. നമ്മുടെ റസ്മിൻ ക്യാപ്റ്റനായിട്ട് വന്ന് ടീമുകളൊക്കെ തിരിച്ചു. അതായത് ഒരു ടീമിലും പെടാതിരുന്ന മുൻ ക്യാപ്റ്റൻ ശ്രീതു, അതേപോലെ പവർ ടീമിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള ഋഷി, ഗബ്രി, ഇവരെ 3 പേരെയും 3 ടീമിലേക്കായിട്ട് പോസ്റ്റ് ചെയ്തു. ടണൽ ടീമിലേക്ക് ഋഷിയും, നെസ്റ്റിലേക്ക് ഗബ്രിയും, അതേപോലെ ഡെൻ ടീമിലേക്ക് ശ്രീധുവിനും പോസ്റ്റ് ചെയ്തു. ആ സമയത്ത് നമ്മുടെ ജിൻഡോ പറഞ്ഞൊരു കാര്യമുണ്ട്, വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അതായത് ഇനി ഫിസിക്കൽ ടാസ്ക്കാണ് കൂടുതൽ ഉണ്ടാവുക എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഡെൻ ടീമിൽ ഇവിടെ ആണായിട്ട്, അതായത് ഫിസിക്കൽ ടാസ്ക് വരുമ്പോൾ ആണുങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടും. അപ്പോൾ അത് ഡെൻ ടീമിൽ ആണുങ്ങളുടെ പ്രാധാന്യം കുറവാണ്, അതൊന്ന് പരിഗണിക്കണം എന്ന് ക്യാപ്റ്റനോട് പറഞ്ഞു. അതായത് ആകെ ജിൻഡോ മാത്രമേ ഉള്ളൂ ഡെൻ ടീമിൽ ഫിസിക്കൽ ടാസ്ക് നന്നായി ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള 3 പേരെന്ന് പറയുന്നത് ഒന്ന് ജാസ്മിനാണ്, മറ്റൊന്ന് അൻസിബ, പിന്നെ ശ്രീതു. തീർച്ചയായിട്ടും ഇവർക്ക് വലിയ വലിയ ഫിസിക്കൽ ടാസ്കുകൾ വരുമ്പോൾ മറ്റ് പുരുഷന്മാർ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ജിൻഡോ പറയുന്നത്. അതൊന്ന് മാറ്റാൻ പറ്റുമോ എന്നാണ് ജിൻഡോ അവിടെ ചോദിക്കുന്നത്. ആ ചോദിച്ച കാര്യം വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. കാരണം ഫിസിക്കൽ ടാസ്ക് വരുമ്പോൾ ജിൻഡോയെ എല്ലാവരും പോയിൻ്റ് ചെയ്യും. അവസാനം ക്യാപ്റ്റൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിസിക്കൽ ടാസ്കിൽ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യുന്നത് കണ്ടാൽ അവരെ പുറത്താക്കുന്നുള്ളത്. എല്ലാവരും ഈ ഒരു കാര്യം റസ്മിൻ പറഞ്ഞത് ജിൻഡോയെ മാത്രം ഉദ്ദേശിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ജിൻഡോ അങ്ങനെ പുറത്തായി കഴിഞ്ഞാൽ പിന്നെ ആ ടാസ്ക് ചെയ്യാൻ ഡെന്നിൽ ആളുണ്ടാവില്ല. അതുകൊണ്ടാണ് ജിൻഡോ അങ്ങനെ പറഞ്ഞത്. പക്ഷേ അത് ആരും മുഖവിലേക്ക് എടുത്തില്ല, എല്ലാവരും അത് തള്ളിക്കളയാണ് ചെയ്തത്.